ഈശ്വരൻ മനുഷ്യരുടെ ഇടയിൽ വരുന്നത് ഈശ്വരപ്രഭം മാനവഹൃദയങ്ങളിൽ വളർത്താൻ വേണ്ടി മാത്രമാണ്. ഈശ്വരപ്രഭം എന്നത് ഈയാമ്പാറ്റയുടെ ഭാവമാണെന്ന് പറയും. അപ്പോൾ ഈയാമ്പാറ്റ വെളിച്ചം കണ്ടാൽ പിന്നെ ഒരിട്ടും തിരിഞ്ഞു നടക്കില്ല, അതിലേക്ക് തന്നെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അയ്യാമ്പാറ്റ അതിനെ ആകർഷിച്ച് അതിലാഹൂതി ചെയ്ത് ഒന്നായിത്തീരുന്നു. പിന്നെ അവിടെ രണ്ടില്ല. എന്നാൽ ഭഗവാനാകുന്ന അഗ്നി അമൃത സ്വരൂപമാണ്, അതിൽ ലയിച്ചാൽ മരണമില്ല. ഈശ്വരതത്വം വാക്കിനും മനസ്സിനും അപ്പുറമാണ്. ഒരു കടലാസിൽ തേന് നെഴി നോക്കിയാൽ മധുരം കിട്ടുകയില്ല. മാധുര്യത്തെ മനസ്സുകൊണ്ട് നിരൂപിച്ചാലും അത് ഉൾക്കൊള്ളാനാവില്ല. എന്നാൽ ഒരു തുള്ളി തേൻ നാവിലിട്ടാൽ ആ മാധുര്യം നുകരാൻ കഴിയും. ഇതുപോലെ ഒരു മഹാപുരുഷൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഈശ്വരനെ തൊട്ടറിയാൻ കഴിയുന്നു. ഒരു അവതാര പുരുഷൻ്റെ സാമീപ്യം തന്നെ യോഗമാണ്. അവരുടെ ഉപദേശങ്ങളിലും വേദാന്ത തത്വത്തിൻ്റെ വിളംബരമാണ്. മനുഷ്യലീലയിലൂടെ അവർ ലോകത്തെ ഉദ്ധരിക്കുന്നു. കാലോചിതമായ ധർമ്മം എന്തെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. മനുഷ്യവംശത്തിൻ്റെ വിധി തന്നെ അവർ തിരുത്തി കുറിക്കുന്നു. എങ്കിലും ഒരു ഈശ്വരാവതാരത്തിൻ്റെ മുഖ്യമായ ഉദ്ദേശം ജനഹൃദയങ്ങളിൽ ഈശ്വരപ്രമം ഉണർത്തുക എന്നതാകുന്നു. അതനുസരിച്ചുള്ള ലീലകളാണ് അവർ ആടുന്നത്. ഉദാഹരണത്തിനൊരു മൂകയായിരിക്കുന്ന കുഞ്ഞിനോട് സംസാരിച്ചാൽ മനസ്സിലാവില്ല, ആക്ഷനെ മനസ്സിലാവുള്ളൂ. അതുപോലെ അവരുടെ തലത്തിൽ ചെന്ന് അവരെ ഉദ്ധരിക്കും എന്നാണ് അതിൻ്റെ തത്വം. ഒരിക്കൽ ഗോപികളുടെ ഭഗവാനോട് ചോദിക്കുകയാണ്, അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങോട്ട് സ്നേഹിക്കാത്തവരുണ്ടല്ലോ, അവരെപ്പറ്റി അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞ്, അങ്ങനെയുള്ള ഒന്നുകിൽ നന്ദിയില്ലാത്തവരാണ്, അല്ലെങ്കിൽ ആഗ്രഹങ്ങളില്ലാത്തവരാണ്, അതുമല്ലെങ്കിൽ ആത്മാവിനെ അറിഞ്ഞവരാണ്. എന്നാൽ ഞാൻ ഈ മൂന്ന് കൂട്ടത്തിലും പെടുന്നില്ല. ഞാൻ ആരെങ്കിലും ഗൗനിക്കാതിരിക്കുന്നത് അവരിലുള്ള വിരഹത്തെ വളർത്തി അവരുടെ പ്രേമത്തെ പൂർണ്ണമാക്കാനാണ്. ഈശ്വരൻ മനുഷ്യരുടെ ഇടയിൽ വരുന്നത് ഈശ്വരപ്രഭം മാനവഹൃദയങ്ങളിൽ വളർത്താൻ വേണ്ടി മാത്രമാണ്. ഈശ്വരപ്രഭം എന്നത് ഈയാമ്പാറ്റയുടെ ഭാവമാണെന്ന് പറയും. അപ്പോൾ ഈയാമ്പാറ്റ വെളിച്ചം കണ്ടാൽ പിന്നെ ഒരിട്ടും തിരിഞ്ഞു നടക്കില്ല, അതിലേക്ക് തന്നെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അയ്യാമ്പാറ്റ അതിനെ ആകർഷിച്ച് അതിലാഹൂതി ചെയ്ത് ഒന്നായിത്തീരുന്നു. പിന്നെ അവിടെ രണ്ടില്ല. എന്നാൽ ഭഗവാനാകുന്ന അഗ്നി അമൃത സ്വരൂപമാണ്, അതിൽ ലയിച്ചാൽ മരണമില്ല. കൃഷ്ണൻ്റെ വേണനാദം കേട്ട് സകല ചരാചരങ്ങളും ആനന്ദിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ അഹന്ത നശിച്ച് ഓടക്കുഴൽ പോലെ പൊള്ളയായാൽ ഓരോ ജീവനിലും അതിമധുരമായ നാദബ്രഹ്മം ഉയരും. അപ്പോൾ ജീവിതം തന്നെ ഒരു മധുരസംഗീതമായി മാറും. ആമ്പാടിയിലെ വെണ്ണക്കള്ളനായി, വൃന്ദാവനത്തിലെ വേണുഗായകനായി, കുവന്മാരുടെ കളിക്കൂട്ടുകാരനായി, ഗോപികളുടെ ഹൃദയനാഥനായി, യുദ്ധരംഗങ്ങൾ അതുല്യ യോദ്ധാവായി, മികച്ച രാഷ്ട്രതന്ത്രജ്ഞനായി, കുരുക്ഷേത്ര ഭൂമിയിൽ പാർത്ഥസാരഥിയായി, ഗീതാശാസ്ത്രത്തിൻ്റെ ഉപദേഷ്ടാവായി, ഭക്തരക്ഷകനായി, അങ്ങനെ 100 ഭാവങ്ങളിൽ അവിടുന്ന് ശോഭിച്ചു. ദേവയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജന്മമെടുത്തത്. അഷ്ടാംഗയോഗത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം എന്നിവയ്ക്ക് ശേഷം വരുന്ന 8ാമത്തെ ഘട്ടമാണ് സമാധി. യോഗ സാധനയുടെ ആദ്യത്തെ 7 പടികളിലൂടെ വിജയകരമായി കടന്നുപോയി പൂർണ്ണ മനഃശുദ്ധി കൈവരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈശ്വരാനുഭവം സിദ്ധിക്കുന്നത്. സമാധി എന്ന സമമായ ധി, തുല്യമായ ബുദ്ധി എന്നും അർത്ഥമുണ്ട്. അതായത് സമദർശനവും സമചിത്തതയും ഉണ്ടാകും. ബുദ്ധിക്ക് എപ്പോഴും 2 ഭാവമുണ്ട്, ഞാൻ നീയുണ്ട്. പക്ഷേ ഇത് രണ്ടെന്ന് കണ്ടാലും തന്നെ ഭിന്നമല്ലെന്നൊരു ഭാവമുണ്ട്. ആ ഭാവത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നമ്മൾ കാണുന്നത്. സാഹചര്യങ്ങൾ എത്രയൊക്കെ വെല്ലുവിളി ഉയർത്തിയാലും അവയൊന്നും ഭഗവാൻ അല്പം പോലും ബാധിച്ചില്ല. അവിടുത്തെ മുഖത്തെ പുഞ്ചിരി ഒരിക്കലും മാഞ്ഞില്ല. എല്ലാ കർമ്മങ്ങളിൽ പൂർണ്ണമായി മുഴുകുക, എല്ലാത്തിലും നിസ്സംഗനായി വർദ്ധിക്കുക, ജയപരാജയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ കർത്തവ്യമായ കർമ്മത്തെ ഏറ്റവും നന്നായി ചെയ്യുക എന്നതായിരുന്നു അവിടുത്തെ രീതി. യുധിഷ്ഠിരൻ്റെ അഗ്രപൂജ ഏറ്റുവാങ്ങാനും അതിഥികളുടെ പാദപൂജ ചെയ്യാനും കൃഷ്ണൻ മടി കാണിച്ചില്ല. താഴ്ന്നെന്നോ ഉയർന്നെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ജോലികളെയും അവിടെ നിന്ന് ആദരവോടെ നോക്കിക്കണ്ട്. യുദ്ധഭൂമിയിൽ അർജുനന് തത്വോപദേശം ചെയ്യുന്നതും കുതിരകളെ പരിപാലിക്കുന്നതും
അവിടത്തേക്ക് ഒരേപോലെ ഹൃദ്യമായിരുന്നു. ഏത് തൊഴിലും മഹത്വമുള്ളതാണെന്ന് ഭഗവാൻ സജീവത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു.